അസ്സലാമലൈക്കും. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് മഴ കുറച്ച് കുറവുണ്ട് ഇവിടെ. അങ്ങനെ അമ്മ നല്ല ദോശയും ചിക്കൻ ചില്ലി ആക്കേണ്ട പ്ലാനാണ്. ഫസ്റ്റ് തന്നെ ഞാനിതാ ചിക്കൻ പെരക്കി വെക്കുന്നുണ്ട്. ഉപ്പിട്ട് ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു 2 സ്പൂണ് മുളക് പൊടിയും ഇട്ട് അങ്ങനെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് ഇനി കുറച്ച് നമുക്ക് വിനാഗിരി ഒഴിക്കാം. ഒരു 2 സ്പൂണ് ഒഴിച്ചാൽ മതി, നല്ലോണം ഒഴിക്കണ്ട. അങ്ങനെ നമുക്ക് നന്നായി ഇത് നമുക്ക് കുഴച്ചെടുക്കാം. ഇന്നെന്താ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്ന എൻ്റെ വീഡിയോയിലൊക്കെ കാണണം കേട്ടോ. ലൈക്കും കമൻറ്റും ഷെയറെല്ലാം ആക്കി കൊടുക്കണം. നന്നായി കുഴച്ച് ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ 5 മിനിറ്റ് കഴിഞ്ഞ് ഇനി എണ്ണ ഒഴിച്ചിട്ടുണ്ട്, നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓരോന്നായിട്ട് പൊരിക്കാൻ ഇടുന്നു. നന്നായി പൊരിയിട്ട് ചിക്കൻ നന്നായി പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ കോരിയെടുക്കുന്നു. എന്താ കുറച്ചും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് നമുക്ക് പൊരിച്ചെടുക്കാം. ഇതെല്ലാം കൂടി ഇടാം. നന്നായി പൊരിയിട്ട് അങ്ങനെ നമ്മളെ ചിക്കൻ പൊരിച്ചതെല്ലാം ഇവിടെ റെഡിയായി. നമുക്ക് ഉള്ളിയെല്ലാം മാറ്റാനുണ്ട്. ഈ എണ്ണ ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റും. അങ്ങനെ എണ്ണ ഞാൻ ചിക്കൻ പൊരിച്ച എണ്ണേനെ ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കിയത് നന്നായി ഒന്നിൽ വാടട്ട്. അങ്ങനെ നമ്മളെ വെളുത്തുള്ളി ഇഞ്ചി നന്നായി വാടിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഉള്ളി ഇടുന്നുണ്ട്. ചെറുതായി മുറിക്കിയ ഉള്ളി ഇതും കൂടി ഒന്ന് നന്നായി ഒന്ന് വാടട്ടി. നമ്മുടെ ഉള്ളി നന്നായി വാടിയിട്ടുണ്ട്. ഇതാ നല്ല ഗോൾഡൻ കളറായി. പിന്നെ അതിലേക്ക് ഞാൻ ക്യാപ്സിക്കം, ഒരു ക്യാപ്സിക്കാണ്, ഒരു 3 പച്ചമുളക് നന്നായി ഒന്നിൽ വാടട്ടി. നമ്മുടെ ഉള്ളിയും പച്ചമുളക് ക്യാപ്സിക്കം നന്നായി വാടിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തക്കാളി സോസ് കുറച്ച് ഒഴിക്കുന്നുണ്ട്. നന്നായി ഇളക്കാം. ഇതിലേക്ക് തന്നെ ചില്ലി സോസ് നന്നായി ഇളക്കുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ചെറിയ സ്പൂണ് ഞാൻ മുളക് പൊടി ഇടുന്നുണ്ട്. നന്നായി നമുക്കിത് ഇളക്കി കൊടുക്കാം. നല്ല രസമാണ്, എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. ഞാനെന്നെ തിന്നിട്ട് നല്ലതെന്ന് പറയാൻ പറ്റൂല. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞാൻ ആക്കിയ പോലെ ഉണ്ടാക്കി തിന്നിട്ട് കമന്റിൽ പറയണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ തിളപ്പിച്ച് ആറിയ വെള്ളം ലേശം കുറച്ച് ഞാൻ ഒഴിക്കുന്നുണ്ട്. വെള്ളം
എന്നിട്ട് നന്നായി ഇത് തിളക്കട്ടെ. അങ്ങനെ ഞാൻ ഇതാ ചിക്കൻ പൊരിച്ച് വെച്ചത് ഇതിലേക്ക് ഇടുന്നുണ്ട്. നല്ല കളറായി. ദോശക്ക്, ചപ്പാത്തിക്ക്, പൊറോട്ടക്ക് എല്ലാത്തിനും അടിപൊളിയാണ്. നമ്മൾ പൊറോട്ടയോ ചപ്പാത്തിയോ ഒന്നും ആക്കുന്നില്ല. ദോശ ചൂടണം. അരി അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ആയതിന് ശേഷം നമുക്ക് ദോശ ചൂടണം. അങ്ങനെ നമ്മൾ ചില്ലി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഇത് അരച്ച് വെക്കാം. ഇനി ദോശ ചൂടാം. നമ്മുടെ ചില്ലി ചിക്കനെല്ലാം ഇവിടെ റെഡിയായി. എന്നിട്ടിപ്പോൾ ദോശ ചൂടുന്ന്. നല്ല ചൂടിൻ്റെ ദോശയും കട്ടൻ ചായ കുടിക്കണം. ദോശ ചുട്ട് വെക്കാം. ചുട്ടിട്ടാവട്ടെ. അങ്ങനെ നമ്മളെ ദോശ ഇവിടെ റെഡിയായി. ഇതാ നല്ല ചൂട് ദോശ ചില്ലിയും കട്ടൻ ചായയും കുടിക്കുന്നതാണ് കേട്ടോ. ഇത് റെഡിയായി ഇവിടെ. അങ്ങനെ നമ്മളെ ദോശയും ചിക്കൻ ചില്ലിയെല്ലാം ഇവിടെ റെഡിയായി. തിന്നാൻ വരുന്നുണ്ടോ? വരുന്നുണ്ടെങ്കിൽ വാ, എല്ലാവർക്കും ഭക്ഷണം കഴിക്കാമല്ലോ. നമുക്ക് അടിപൊളി ചില്ലിയും ദോശയും നല്ല കട്ടൻ ചായയും. കുറേ ദിവസമായി ഞങ്ങൾ രണ്ടാളും ഒന്നിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട്. വീഡിയോ കുറേ ആയി എടുത്തിട്ട്. അപ്പം ഞങ്ങൾ രണ്ടാളും കഴിക്കുന്നത് കേട്ടാ. എങ്ങനെയുണ്ട് നോക്കിയേക്കാം. എങ്ങനെയുണ്ട്? സൂപ്പറാണ്. നല്ല രസമുണ്ട്. ഇന്നെന്ത് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്ന. ഇപ്പം മഴ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ എല്ലാം കാണണം, ലൈക്ക് ചെയ്യണം, ഷെയറാക്കി കൊടുക്കണം, കമൻറ്റ് എഴുതണം. വീണ്ടും ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.